അസ്സലാമു അലൈക്കും. നമുക്ക് ഇഡ്ഡലി കുഴക്കട്ട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അതിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരുന്നത്. റേഷനരിൻ്റെ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്തതാണത്. തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കുക. എന്നിട്ട് പിറ്റേ ദിവസം അതിനെ നല്ല മിക്സിയിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഞാൻ നന്നായി ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം മൂടി വെക്കുക നമുക്ക്. അതിനുശേഷം നല്ല ജീരകം, ചെറിയ ഉള്ളി, തേങ്ങ നന്നായി ക്രഷ് ചെയ്ത പോലെ ആദ്യം തേങ്ങ ക്രഷ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമുക്ക് ചെറിയ ഉള്ളി, നല്ല ജീരകം അതിലേക്കിട്ടിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. ഒരുപാട് അരയണ്ട. കുറച്ച് നന്നായി അരഞ്ഞു വന്നിട്ട് എന്നിട്ട് അതിലേക്ക് ഇട്ടിട്ട് നമുക്കത് കുറച്ചും കൂടി ഉപ്പ് കുറവുള്ളതുകൊണ്ട് ഇത്തിരി ഉപ്പിടുന്നുണ്ട് അതിൽ. അതിന് ശേഷം നമുക്ക് അത് കൊട്ടിക്കൊടുക്കാം. തേങ്ങ കൊട്ടിക്കൊടുക്കാം. ഉപ്പ് നന്നായി കലങ്ങണം. അതിന് ശേഷം നല്ല ഇളക്കി യോജിപ്പിക്കുക. തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല മണമൊക്കെ ഉണ്ട്. നമ്മൾ ഇഡ്ഡലി ചട്ടിയിൽ വീഴ്ത്തിയിട്ട് അത് ആവി കയറ്റിയെടുക്കുക. ഇഡ്ഡലി വേവിക്കുന്ന പോലെ തന്നെ വേവിച്ചെടുക്കുക. ഇനി ഇത് ഓരോന്നും 4 കഷ്ണങ്ങളാക്കി എടുക്കുക. അതെല്ലാം ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാൻ ഞാൻ 4 കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നത്. നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കുക. അതിലേക്ക് ഇത്തിരി ഉഴുന്ന് പരിപ്പിടുക. ഇനി കടുകിടുക. കുറച്ച് കടുകിടുക. അതിന് ശേഷം നമുക്ക് കറിവേപ്പിലിടുക. ഉണക്കമുളക് ഇടണം. കുറച്ച് ഉണക്കമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം നമുക്കിത്തിരി അത് ഒരുപാട് കരിയേണ്ട. അതിന് മുമ്പിട്ട് നമുക്ക് കറിവേപ്പിലിടാം. കറിവേപ്പിലിട്ട് അതിൽ നനവുകൊണ്ട് അധികം കരിയില്ല. അങ്ങനെ നമുക്കത് കറിവേപ്പിലിടാം. അതിന് ശേഷം നമുക്ക് ഈ ഇഡ്ഡലി അതിലേക്ക് കൊട്ടുക. നന്നായി ഇളക്കി യോജിപ്പിച്ചാണ്. ഇത് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും സ്കൂളിലൊക്കെ കൊണ്ടുപോകാനും ഒക്കെ ഇത് നല്ലൊരു ഇതാണ്. പിന്നെ നമുക്ക് അതിലിത്തിരി കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇടുക. എന്നിട്ട് നന്നായി ഇളക്കിയെടുക്കുക. നന്നായി യോജിപ്പിച്ചെടുത്താൽ റെഡിയായി. ഇഡ്ഡലി കുഴക്കട്ട റെഡിയായി.